ആശു അവൻ്റെ ഇപ്പാക്ക് പാട്ട് പാടി കൊടുക്കണതാണ് കേട്ടോ കാണുന്നത്. ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റേഷൻ കടയിലത്തെ പൊടി കൊണ്ട് എങ്ങനെ നമുക്ക് ചപ്പാത്തിക്ക് മാവ് സോഫ്റ്റ് ആക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആട്ട പൊടി എടുത്ത് ഇടുക, പാകത്തിന് ആവശ്യാനുസരണം ഇട്ടിട്ട്, പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആശീർവാദിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിലിട്ട് കൊടുക്കുക കേട്ടോ, ഒന്ന് സോഫ്റ്റ് ആവാനാണ്. പിന്നെ അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ മെയിൻ താരമായ പാലാണ് ഇതിൽ മസ്റ്റായി വേണ്ടത്. അപ്പോൾ അത് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ, പാകത്തിന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചുടുവെള്ളം ഇട്ടിട്ട് ഒന്ന് കുഴയ്ക്കുക, പാകത്തിന് വേണ്ട ആവശ്യത്തിന് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങോട്ട് നന്നായി കുഴച്ചങ്ങോട്ട് സെറ്റാക്കി നമുക്ക് അതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം, റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് പിന്നെ ജോലികളുണ്ടല്ലോ. നമുക്ക് ചപ്പാത്തിക്ക് മുട്ടക്കറിയാണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ മുട്ട വേവാൻ വയ്ക്കാം. അതിന് കറക്റ്റ് ഞങ്ങൾക്ക് 4 മുട്ട എടുത്തു കേട്ടോ. എന്നിട്ടത് ഗ്യാസ് ഓണാക്കി അതങ്ങോട്ട് വെന്തോട്ടെ. ഇനി നമുക്ക് അവിടെ നിന്ന് പൊടിയൊക്കെ പോയ എവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തു, ഒന്ന് ക്ലീനാക്കി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട സവാള അത് ഞാൻ അരിയാന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വലിയ 4 സവാളയാണ് ഞാൻ എടുത്തത്. അത് ഇല്ലെങ്കിൽ തേങ്ങ അരച്ച കറിയിലാണെങ്കിൽ ഇത്ര സവാള വേണ്ട. ഇത് തേങ്ങ അരയ്ക്കാത്ത മുട്ടക്കറിയല്ലേ, അപ്പോൾ അതിന് ഒരു സവാള ഞാൻ വലുത് 2 എടുത്തു, ചെറുത് 2 സവാള എടുത്ത് അരിയണം കേട്ടോ. അരിഞ്ഞൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കുക. എന്നിട്ട് മാവ് അങ്ങോട്ട് കുഴച്ച് ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് വെച്ചു, നന്നായി ഒന്ന് കുഴച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് കറി വയ്ക്കാം. ആദ്യം ചട്ടി ചൂടാവാൻ വെച്ചു. ഇനി അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായ നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ചീരകം പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. ഞാൻ പെരിഞ്ചീരകമാണ് ഇടാറ് കേട്ടോ. എന്നിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കുക, ഒന്ന് വഴറ്റി കൊടുക്കുക, ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് മൂടി വയ്ക്കുക, അതൊന്ന് വഴണ്ടട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ 2 പച്ചമുളക് 3 തക്കാളി എന്നിവ അരിയാൻ എടുത്തു കേട്ടോ. നാളെ എന്തായാലും ക്ലാസ് പറയാനില്ല, പ്രോഗ്രാമാണ്. അപ്പോൾ അവന് സ്കൂൾ ബസ് വരില്ല, അപ്പോൾ അവനെ ഒന്ന് കൊണ്ടാക്കണം. ചിലപ്പോൾ ഉമ്മ ഉണ്ടാക്കും, ചിലപ്പോൾ ഞാൻ കൊണ്ടാക്കും, ഒന്നും അറിയില്ല. പിന്നെ ഈ പച്ചമുളക് 2 ഇട്ട് കൊടുക്കുക. എന്നിട്ട് വഴറ്റുക കേട്ടോ, നന്നായി ഒന്ന് ഒരു വഴറ്റി ഒന്ന് സെറ്റായിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. 3 തക്കാളി അങ്ങോട്ട് ചേർക്കുക കേട്ടോ. ചേർത്തിട്ട് അവ നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയാൽ അതൊന്ന് നന്നായി ഉടയുമല്ലോ. നന്നായി ഉടഞ്ഞൊരു പരുവായി വരട്ടെ. നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. മുളക് പൊടി 2 സ്പൂണ്, മല്ലിപ്പൊടി 3 സ്പൂണ്, മഞ്ഞൾപ്പൊടി കുറച്ച്, പിന്നെ ഗരം മസാലപ്പൊടി 1 സ്പൂൺ കേട്ടോ, എന്നിവ അതിൽ ചേർത്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നന്നായി ഒരു പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് മസാലയൊക്കെ അതിൽ ഒന്ന് സെറ്റാവണം. സെറ്റായ ശേഷം നമുക്ക് അങ്ങോട്ട് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച നമ്മുടെ ഈ മുട്ട അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് ഒന്ന് തിളച്ച് ഒന്ന് റെഡിയാകട്ടെ. റെഡിയായി. ഇനി നമുക്ക് അതിലോട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് അങ്ങോട്ട് സെറ്റാക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ ഉരുളയാക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പരത്താം.
എന്താണ് എന്നും ഇവിടെ ചപ്പാത്തിയൊന്നുമല്ല, ചോറ് ആദമിനും അയാനും എപ്പോഴും കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് മാവുണ്ടാവും, ഇപ്പോൾ ദോശ എന്തെങ്കിലും അപ്പമൊക്കെ ഞാനും ഉമ്മയും കഴിക്കാറാണ് പതിവ് കേട്ടോ. പിന്നെ എന്താണ് ഇന്നലെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് അതാണ് കഴിച്ചത്. ഉച്ചയ്ക്ക് കഴിച്ചു. പിന്നെ അപ്പോൾ ഇന്ന് കറി രാത്രിക്കേൽക്കില്ല. അപ്പോൾ എന്തായാലും ഫ്രഷായിട്ട് അങ്ങനെ മുട്ടക്കറിയും ചപ്പാത്തിയും വെച്ചാണ് കേട്ടോ. ഇതാ ചപ്പാത്തി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ട്രൈ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റും നന്നായി പൊങ്ങിയും വരും കേട്ടോ. അങ്ങനെ എല്ലാ ചപ്പാത്തിയും ഓരോന്നായി ചുട്ട് കഴിഞ്ഞു കേട്ടോ. ഇത് കണ്ടില്ലേ, ചുട്ടപ്പോൾ അത് നന്നായി സോഫ്റ്റ് ആയിട്ടില്ലേ. ഇതുപോലെ ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ നന്നായി സോഫ്റ്റായി വരും. ഇനിയിപ്പോൾ ചുട്ട് കഴിഞ്ഞാൽ കഴിക്കുക. അപ്പോൾ ഞങ്ങൾ കറി ഒരു ബൗളിലാക്കി ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആദമിനും അയാനൂനും ഒക്കെ സെർവ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞാനും കഴിച്ചു, പിന്നെ ഉമ്മയും കഴിച്ചു. ആശുട്ടി പിന്നെ കഴിച്ചില്ല, അങ്ങനെ നടക്കുകയാണ്. അവന് വയ്യാണ്ട് കഴിക്കുന്നില്ല, ഛർദ്ദിക്കാൻ വരികയാണ്, അവൻ കഴിച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ നന്നായി ഡിന്നർ ഹാപ്പിയായി കഴിഞ്ഞു കേട്ടോ. കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് പാത്രമുണ്ട്, അതും കൂടി കഴുകി വെക്കണം. ഇല്ലെങ്കിൽ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അപ്പോൾ അതൊരു ഒരു ഇരട്ടിപ്പണിയായി മാറും. അപ്പോൾ നമുക്ക് കുറച്ച് പാത്രമുണ്ട്, അത് കഴുകാം കേട്ടോ. എന്നും ഇപ്പോൾ ഞാൻ കഴുകാറല്ല, ഉമ്മയും കഴുകും. കുട്ടിയൊക്കെ കരയുമ്പോൾ ഉമ്മ കഴുകും, അല്ലെങ്കിൽ ഞാൻ കഴുകും. അങ്ങനെ ഞങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ കഴുകി അവിടെയൊക്കെ രാത്രി കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ട് തന്നെയാണ് കിടക്കുക കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അടുത്ത പരിപാടി കുട്ടികൾക്കൊക്കെ സെറ്റാക്കി കൊടുക്കണം, കിടക്കാനുള്ളത് സെറ്റാക്കി കൊടുക്കുക, ആശുട്ടനെ ഉറക്കുക, ഇതൊക്കെയാണ് കേട്ടോ പരിപാടി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.